الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി ആവശ്യങ്ങളുമായി ഓരോ ദിവസവും ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ് നമ്മൾ. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. എല്ലാം നേടിയെടുക്കാനും നേടിയെടുത്തതിൽ അഭിവൃദ്ധി ലഭിക്കാനും അതിൽ ആസ്വാദനം ലഭിക്കാനുമുള്ള 3 വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ നാം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം നമ്മുടെ മനസ്സാണ് എന്നും മനസ്സിൽ ഈ 3 കാര്യങ്ങൾ നാം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഏതൊരു കാര്യത്തിലും നമുക്ക് എളുപ്പവും ആസ്വാദനവും നിലനിൽപ്പും ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവിലുള്ള ആ ഒരു വിശ്വാസം ഉറപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന അചഞ്ചലമായ ഒരു ഉറപ്പ്, അതെന്താണ്? എന്റെ ഏതൊരു കാര്യത്തിനും എനിക്ക് കൂട്ട് പടച്ചറബുണ്ടാകും എന്ന ആ ഒരു ഉറപ്പ്. ജനിച്ച കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഒരു ഉമ്മയുടെ മനസ്സിൽ എത്ര ദുഃഖവും വേദനയും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയത്തിന് ഉറപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ തന്റെ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിയ വിവരം ആ ഉമ്മ ആളുകളോട് പറയുമായിരുന്നു. കാരണം ഒരു കുട്ടിയുടെ സുരക്ഷ എന്നത് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അല്ലാഹു ആ മനസ്സിന് ഉറപ്പ് കൊടുത്തു, ആ കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും നീ അവനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നും ആ കുട്ടിയെ നിനക്ക് തന്നെ തിരിച്ചു നൽകുമെന്നും ആ കുട്ടിയെ നാം പ്രവാചകനാക്കി മാറ്റുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് ഓഫർ കൊടുത്തപ്പോ അതിൽ ഒരു ഉറപ്പിൽ അവർ കഴിച്ചുകൂട്ടുകയാണ് പിന്നീടുള്ള സമയം. ആ ഒരു തവക്കുലിന്റെ, ആ ഒരു ഭരമേൽപ്പനത്തിന്റെ പ്രതിഫലനം എന്തായിരുന്നു? ആ കുട്ടിയെ അള്ളാഹു ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. സ്വന്തം ഉമ്മയുടെ മുലപ്പാല് കുടിച്ച്
കൊട്ടാരത്തിൽ സുഖകരമായ ജീവിതം നയിക്കുകയായിരുന്നു മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ശൈശവ കാലഘട്ടം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഈയൊരു സിഖത്ത്, ഈയൊരു ഉറപ്പ്, അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയുണ്ടായി, അത്തവക്കുലു നിസ്ഫുദ്ദീൻ. തവക്കുൽ എന്ന് പറയുന്നത്, ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൽ തന്റെ കാര്യങ്ങളെല്ലാം അർപ്പിച്ച് പടച്ചറബിൽ വിശ്വസിച്ച് അവനൊരു തീർപ്പാക്കും എന്ന ധാരണയിൽ തന്റെ മനസ്സിനെ ഫ്രീയാക്കുക എന്നത് മതത്തിന്റെ പാതിയാണ്. അന്നിസ്ഫു സാനി അൽ ഇനാബ. രണ്ടാമത്തെ പാതി എന്ന് പറയുന്നത് റബ്ബിലേക്കുള്ള ഖേദിച്ച് മടക്കമാണ്. ഫഇന്ന ദീന ഇസ്തിആനത്തുൻ വഇബാദത്തുൻ. ദീൻ എന്ന് പറയുന്നത് പടച്ച റബ്ബിനോടുള്ള സഹായതേട്ടവും അല്ലാഹുവിലേക്കുള്ള ആരാധനകളുമാണ്. ഫത്തവക്കുൽ ഹുവൽ ഇസ്തിആന വൽ ഇനാബ ഹിയൽ ഇബാദ. ദീനിന്റെ മുഴുവൻ പൂർത്തിയാകുന്നത് ഈ രണ്ടിലൂടെയാണ്. ദീൻ എന്ന് പറയുന്നത് ഇസ്തിആനത്തും ഇബാദത്തുമാണ്. തവക്കുൽ ഇസ്തിആനത്തും ഇനാബത്ത് ഇബാദത്തുമാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ നന്മകളും ലഭിക്കുവാനും എല്ലാ ഉപദ്രവങ്ങളും തടയുവാനും ഹൃദയത്തെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് സത്യസന്ധമായി മടക്കി ഹൃദയത്തെ റബ്ബുമായി ബന്ധിപ്പിച്ച് അല്ലാഹുവിൽ അവലംബിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. മൃഗത്തെ കെട്ടിയിടുന്ന ചുമതല നാം നിർവഹിക്കേണ്ടതാണ്. അള്ളാഹുവേ, എന്റെ മൃഗത്തെ നീ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് യഥേഷ്ടം മേയാൻ വിട്ടാൽ അതങ്ങനെ മേഞ്ഞു നടന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഭാഗം നമ്മൾ ചെയ്ത് നമ്മേക്കാൾ എത്രയോ കഴിവും ശേഷിയും എളുപ്പവുമുള്ളത് പടച്ച റബ്ബിനാണെന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ, എല്ലാറ്റിനും ഗനിയായ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത സ്വമതായ, യാതൊരുവിധ കുറവുകളുമില്ലാത്ത അക്ബറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നതാണ് സഹോദരന്മാരെ നമ്മുടെ ഏതൊരു കാര്യവും മനോഹരമായി നിർവഹിക്കപ്പെടാനും നമുക്ക് ആശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനുമുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. ശരിയായ നിലക്ക് തവക്കുൽ നിർവഹിച്ചാൽ ഒരു മല പോലും നമുക്ക് നിലനിൽക്കുന്ന ഭാഗത്ത് നിന്ന് നീക്കിക്കിട്ടാൻ ശരിയായ തവക്കുൽ സഹായിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിലുള്ള, സഹായത്തിലുള്ള, അവന്റെ കഴിവിലുള്ള, അവന്റെ ശേഷിയിലുള്ള ഉറപ്പും വിശ്വാസവുമാണ് തവക്കുലിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത്. നാം എന്ത് തന്നെ ചെയ്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം പൂർത്തീകരിക്കുന്നത് എന്ന വിശ്വാസം, നാം എന്തെല്ലാം പ്രതീക്ഷിച്ചാലും ശരി അല്ലാഹുവാണ് നൽകുന്നത് എന്ന ആ ഒരു വിശ്വാസം, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും അല്ലാഹ്ക്ക് എല്ലാം എളുപ്പമാണെന്നും. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈഅ. സക്കരിയ നബി ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ വാർദ്ധക്യത്തിലെത്തി, എന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കില്ല, പിന്നെ എങ്ങനെയാണ് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന കുട്ടിയെ സന്തോഷ വാർത്തയെ അറിയിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞപ്പോ എങ്ങനെയാ പടച്ചോനെ ഈ കുട്ടി ഉണ്ടാവുന്നത്? എന്റെ ഭാര്യയുടെ ഗർഭപാത്രം വീണ്ടും പഴയതുപോലെ ആകുകയാണോ, അതല്ലേ എനിക്ക് മറ്റൊരു ഭാര്യയിലാണോ കുട്ടി ഉണ്ടാകുന്നത്? എങ്ങനെയാണെന്നറിയാനുള്ള ഒരു ജിജ്ഞാസയിൽ അവിടുന്ന് ചോദിക്കുകയാണ്, പടച്ചോനെ എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് പറയുകയാണ്, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. അല്ലാഹ്ക്ക് അത് എളുപ്പമാണ്, അല്ലാഹ്ക്ക് പ്രയാസമായിട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് ആ റബ്ബിനെ ഏൽപ്പിക്കാൻ, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വിശ്വാസിയുടെ അവലംബം എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത് പടച്ച റബ്ബുണ്ടല്ലോ എന്നതാണ്. മറ്റേതിനേക്കാളും വലിയ ധൈര്യം പടച്ച റബ്ബുണ്ടല്ലോ എന്നാണ്. ഉഹുദ് കൊടിയിറങ്ങി പരാജയങ്ങൾ ഏറ്റുവാങ്ങി വിശ്വാസികൾ മടങ്ങുമ്പോഴാണ് പറഞ്ഞത്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ വീണ്ടും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചു. ഖാലു ഹസ്ബുനല്ലാഹ്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. ആയുധമില്ലെങ്കിലും സംഘശക്തിയില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും ശേഷിയില്ലെങ്കിലും ശേഷിയുള്ള ഖവിയ്യുൻ അസീസുൻ ജബ്ബാറും മുതകബ്ബിറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ടെങ്കിൽ അത് മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരുപാട് ടെൻഷനുകൾ നമുക്ക് മുക്തമാകാൻ സാധിക്കും. നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, നമ്മുടെ മുതുകിലേറ്റി എല്ലാം ഞാനിനി എന്ത് ചെയ്യും, ഞാനിനി അതിന് എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും, അതിനുള്ള ആരോഗ്യം എനിക്കില്ലല്ലോ, അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ, എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ നമ്മേക്കാൾ എത്രയോ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. ആ വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ സഹായമില്ലേ?
അള്ളാന്റെ കാവലില്ലേ, അള്ളാഹുവിന്റെ തുണയില്ലേ, അള്ളാന്റെ നിരവധി ഓഫറുകളില്ലേ. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ധൈര്യസമേതം ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്. നീ നിനക്ക് ഗുണപ്രദമായ കാര്യത്തിൽ നീ മുഴുകിക്കോ, അള്ളാഹിനോട് സഹായം തേടിക്കോ. നീ ഒരിക്കലും ദുർബലനാകരുത്. ഒരു പരീക്ഷയ്ക്ക് A+ അല്പം കുറഞ്ഞു എന്ന് കരുതി നീ ദുർബലനാകേണ്ടതില്ല. തിരിച്ചു പിടിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട്. ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ മാത്രമാണോ? ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണോ, ഒരാണാണോ? ജീവിതമെന്ന് പറഞ്ഞാൽ വെറും ബിസിനസ് മാത്രമാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ബലഹീനത സംഭവിക്കുന്നുവെങ്കിൽ നമുക്ക് പടച്ചറബുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴികളെ നമ്മൾ പിന്നെ തേടുക എന്നുള്ളതാണ് സഹോദരന്മാരെ ചെയ്യേണ്ടത്. മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹിതയല്ലാതെ ഗർഭം ധരിച്ചപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മറക്കപ്പെട്ടവളായിരുന്നെങ്കിൽ, ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ എന്നുവരെ അവർ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ആശിക്കുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനം മാറുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹു മറിയമിനെ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ഗർഭിണിയായ മറിയമിനോട് പറയാ, വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈക റുതബൻ ജനിയ ഫകുലി വശ്റബി വഖർരി ഐന ഫഇമ്മാ തറയിന്ന من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. നീ ആ ഈത്തപ്പനത്തടി കുലുക്കണം. അതായത് മാനസികമായ സമ്മർദ്ദത്തിൽ നീ അകപ്പെട്ട് കീഴ്പ്പെട്ട് നീ അവശനായി പോകണ്ട, കുറച്ചൊന്ന് കരുത്ത് കാണിക്കും. എന്നിട്ട് ആ ഈത്തപ്പനത്തടി കുലുക്കാൻ. ഒരിക്കലും കുലുങ്ങാത്ത മരമാണ് ഈത്തപ്പനത്തടി. അതുകൊണ്ട് വിശ്വാസി എക്സാമ്പിൾ ചെയ്തത് ഈത്തപ്പനയോടാണ്. കാരണം അസ്ലുഹാ സാബിതും വഫർഉഹാ ഫിസ്സമാഇ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അല്ലാഹു വിശ്വാസികളെ ഉപമിച്ചത് ആ മരത്തോടാണ്. അസ്ലുഹാ സാബിതുൻ, ആഴമേറിയ വേരുള്ള ആ ഒരു ഈത്തപ്പന. അത് കുലുങ്ങൂല. പക്ഷേ മറിയമിനോട് കുലുക്കാൻ പറഞ്ഞു. എന്തേ? മറിയമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ കുലുക്കി നോക്കാൻ. അത് മറിയമിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഈത്തപ്പഴം താഴെ വീഴ്ത്തേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈത്തപ്പനയിൽ പിടിച്ച് മറിയം കുലുക്കിയപ്പോ ഏറ്റവും നല്ല പാകമായ ഈത്തപ്പഴം ചാടി. അത് വീണപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫകുലി വശ്റബി വഖർരി ഐന, നീ അത് കഴിച്ചോ, തൊട്ടപ്പുറത്ത് നിന്ന് ശുദ്ധജലം കുടിച്ചോ. വഖർരി ഐന, നീ മാനസികമായി യാതൊരു ടെൻഷനും ഇല്ലാതെ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഒരു ഗർഭിണി ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ഒരു ഗർഭിണിക്ക് ഒരിക്കലും ചുറ്റുപാടുള്ള ആളുകൾ സമ്മർദ്ദം കൊടുക്കരുത്. അവൾ എപ്പോഴും മാനസികമായ ശാന്തതയിൽ നിൽക്കണം എന്നൊക്കെ ആ ആയത്തിനകത്തുണ്ട്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുലുക്കാൻ പറഞ്ഞു. മറിയം കുലുക്കി നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴം ചാടിച്ചു. പ്രവാചകന്റെ വീട് ചുറ്റും ശത്രുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു പിടി മണ്ണ് വാരിയെടുക്കാൻ. അത് നബിക്ക് കഴിയും. നബി അത് വാരി. അതിങ്ങനെ വിതറാൻ, നബിക്ക് അത് വിതറാൻ കഴിയും. നബി അത് വിതറി. പക്ഷെ എല്ലാവരുടെയും കണ്ണിലെത്തിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഭാഗം ഏതാണോ അത് നാം ചെയ്യുക. വതവക്കൽ അലൽ ഹയ്യില്ലദി ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ തവക്കുലാക്കുക. വസബ്ബിഹ് ബിഹംദി, അല്ലാഹുവിന്റെ ഹംദ് അതിനെ നിങ്ങൾ പ്രകീർത്തിക്കുക. പടച്ച റബ്ബിന് തസ്ബീഹ് കൊടുക്കുക. അവനെ മാത്രം ആരാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന പടച്ച റബ്ബ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചോ, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുക. വിശ്വാസി അലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ തവക്കുലാക്കുന്നയാളായിരിക്കും. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോൾ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ പടച്ച റബ്ബുണ്ട്, അവൻ മദീന പറഞ്ഞു. കാരണം എന്താ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ അല്ലാഹ് മതി. പക്ഷികൾ നേരം വെളുത്ത് ഇറങ്ങാ. എവിടുക്കാ? ഭക്ഷണം തേടി ഇറങ്ങുക. ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയോ? ഇല്ല. അവരങ്ങനെ പാറി നടന്ന് വൈകുന്നേരം കൂട്ടിലേക്ക് വരുമ്പോ മേട നിറഞ്ഞവരായിട്ടാണ് വരുന്നത്. ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖകും കമാ തുർസഖു ത്വയ്ർ തഖ്ദു ഹിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ ശരിയായ നിലക്ക് അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ. ഭക്ഷണം കഴിക്കാതെ എനിക്ക് ആരോഗ്യം തരണമെന്ന് പറഞ്ഞ അർത്ഥമല്ല. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോവാതെ എന്റെ രോഗം മാറ്റണമെന്ന് പറഞ്ഞ അർത്ഥമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്ത് ബാക്കി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമാക്കി തരും. അപ്പോൾ നമുക്കൊരുപാട് ആശ്വാസവും സമാധാനവും റാഹത്തും ഉണ്ടാകും. നമുക്കത് പടച്ച റബ്ബിൽ നിന്നുള്ള എല്ലാ സുരക്ഷയും അതോടൊപ്പം അള്ളാന്റെ പക്കൽ നിന്ന് ബർക്കത്തും സ്നേഹമൊക്കെ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം തവക്കുലാണ്. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, ഇങ്ങനെ പടച്ച റബ്ബിൽ തവക്കുലാക്കി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നമുക്കിങ്ങനെ പടച്ച റബ്ബ് ഇങ്ങനെ നമ്മൾ വിചാരിച്ച കോലത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ തോതിൽ നമുക്ക് ലഭിക്കുമ്പോൾ
കിട്ടിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ചോദിച്ചത് 1000 കിട്ടിയത് 100 തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ചോദിച്ചത് ആരോഗ്യമാണ്, പക്ഷേ അവസ്ഥ രോഗാവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടത്? ഫമൻ റളിയ ഫലഹു റിദ, തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, ലാഭമാകട്ടെ, നഷ്ടമാകട്ടെ, പടച്ച റബ്ബ് എന്താണോ നമുക്ക് വിധിച്ചത് അതിൽ തൃപ്തിപ്പെടുക. അത് വിശ്വാസിക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ് റിദ എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, മറ്റുള്ളവരിലേക്കുള്ള കണ്ണ്, ആ നോട്ടത്തിന് കുറച്ച് കുറവുണ്ടാവും. അള്ളാഹു നമുക്ക് നൽകിയതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ധന്യതയും ആശ്വാസവും നിർഭയത്വവും തൃപ്തിയും, ഉള്ളതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ ഉണ്ടാകും. സലഫുകൾ പറയുകയാണ്, തൃപ്തി കിട്ടിയവനേക്കാൾ വലിയ ദറജയിലെത്തിയ ഒരാളുമില്ല. കുറെ കിട്ടുക എന്നുള്ളതല്ല, ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദറജ എന്നാണ് പറയുന്നത്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് പറഞ്ഞല്ലോ. അവന് സന്തോഷമുണ്ടായാൽ അവൻ നന്ദി കാണിക്കും, സന്താപമുണ്ടായാൽ അവൻ ക്ഷമ അവലംബിക്കും. രണ്ടിലും അവന് തൃപ്തിയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനുകളായ ആളുകൾ വിജയം വരിച്ചിരിക്കുന്നു. എന്താ അവരുടെ പ്രത്യേകത? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം കൊടുത്തു, താൽക്കാലികമായി ഉപജീവനം കൊടുത്തു. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, അല്ലാഹു നൽകിയതിൽ അവർക്ക് തൃപ്തിയുണ്ട്. ഒരു ചെറ്റക്കുടിലാണെങ്കിലും അതിനകത്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അവനാണ് സമാധാനം, അവനാണ് സന്തോഷം. ഉള്ള ശരീരത്തിന്റെ കുറവുകൾ നോക്കി നടക്കാൻ, ഞാൻ കറുത്തുപോയി, മെലിഞ്ഞുപോയി, എനിക്ക് മറ്റവനെ പോലെ ആവാൻ പറ്റുന്നില്ല, ഇവനെ പോലെ ആവാൻ പറ്റുന്നില്ല, എന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ വലിയ പോസ്റ്റിലെത്തി. നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ മറ്റുള്ളവർക്ക് കിട്ടിയതിനെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ടെൻഷനായി കഴിയുന്ന ഒരവസ്ഥ എത്ര അസ്വസ്ഥത ഉണ്ടാക്കും നമുക്ക്. അതുകൊണ്ട് തൃപ്തിയുള്ളവരാവുക എന്നുള്ളതാണ്. അർറിദാ അനില്ലാഹ്, അർറിദാ ബില്ലാഹ്, രണ്ടുമുണ്ട്. അർറിദാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനെ തൃപ്തിപ്പെടുക. അള്ളാഹ് അല്ലാത്തൊരു ശക്തി എനിക്ക് വേണ്ട, ഏലസ് വേണ്ട, ഉറുക്ക് വേണ്ട, മറ്റ് ഏത് തരം ജ്യോത്സ്യന്മാര് വേണ്ട, ഇത്തരത്തിലുള്ള കള്ളക്കറാമത്തിന്റെ പേരിൽ നടക്കുന്ന കച്ചവട കേന്ദ്രങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല. എനിക്ക് എന്റെ അള്ളാഹ് മതി. അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. അർറിദാ അനില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും അവൻ നൽകുന്ന എല്ലാ വിധികളിലും നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെ വായിക്കാം: അല്ലാഹുമ്മ അസ്അലുക സിഹ്ഹത വൽ ആഫിയത വൽ അമാനത വഹുസ്നൽ ഖുൽഖ് വറിദാ ബിൽ ഖദർ. അല്ലാഹുവേ, സിഹ്ഹത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സിഹ്ഹത്ത് എന്താണ്? ആരോഗ്യം. ആഫിയത്ത്, ആഫിയത്ത് എന്താണ്? ഏതൊരു കാര്യത്തിലും അതിന്റെ ഏറ്റവും നല്ല വശം കിട്ടലാണ് ആഫിയത്ത്. ആരോഗ്യത്തിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ, എല്ലാ കാഴ്ചയിൽ, കേൾവിയിൽ, ചിന്തയിൽ ഒരു കാര്യത്തിൽ എന്താണോ ഏറ്റവും നല്ല അതിന്റെ ഖൈറായ വശം അത് കിട്ടലാണ് ആഫിയത്ത്. അപ്പൊ സിഹ്ഹത്ത്, ആഫിയത്ത്, അമാനത്ത്. നമ്മൾക്ക് ഒരുപാട് ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ? വീട്ടില്, നാട്ടില്, ജോലിസ്ഥലത്ത്, ഇങ്ങനെ ഒരുപാട് ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ അമാനത്തുകൾ പാലിക്കാനുള്ള ആ ഒരു വിശ്വസ്തത എന്ന ആ ഒരു ക്വാളിറ്റി, വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വറിദാ ബിൽ ഖദർ, എന്ത് തന്നെ നീ വിധിച്ചാലും തൃപ്തിയോടെ അതിനെ നേരിടാനുള്ള ഒരു മനസ്സ്. പഠിച്ചവൻ നിസ്കരിച്ചിട്ട് നോമ്പ് വെച്ചിട്ട് ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടു എനിക്കെന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് ഓർത്ത് ഖേദിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ലോകത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടതാരാ? പ്രവാചകന്മാരാണ്. പിന്നെ ആരാണ് ചോദിച്ചപ്പോ അതുപോലെ ജീവിക്കുന്ന വിശ്വാസികൾ, അതുപോലെ ജീവിക്കുന്ന വിശ്വാസികൾ, അതുപോലെ ജീവിക്കുന്ന വിശ്വാസികൾ. അപ്പൊ സ്വാലിഹീങ്ങൾക്കും അമ്പിയാക്കൾക്കും അതുപോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിങ്ങുകൾ മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പലവിധ തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വിധേയമാക്കപ്പെടും. കാരണം ഇതൊരു പരീക്ഷണത്തിന്റെ ആലയമാണ്. നാം എന്തു പറയുന്നു എന്ന് പരിശോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത 3 ആൺകുട്ടികളെയും തിരിച്ചു വിളിച്ചു. റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, കണ്ണുകൾ നിറയും, ഹൃദയം പിടക്കും. വമാ നഖൂൽ ഇല്ലാ മാ നർദാ റബ്ബുനാ, നമ്മുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കും ഈ നാവിൽ അങ്ങോട്ട് വീയൂല. അതുകൊണ്ട് തൃപ്തിയാണ് സഹോദരന്മാരെ ജീവിതത്തിൽ നമുക്ക് ഖൈറുകൾ വരാനും കിട്ടിയ ഖൈർ നിലനിൽക്കാനും അതിൽ നമുക്ക് സന്തോഷവും സമാധാനവും ആസ്വാദനവും ലഭിക്കാനുമുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം തൃപ്തിയാണ്. ഫമൻ റളിയ ബിമാ ഖസമല്ലാഹ്, ആർക്കെങ്കിലും അല്ലാഹു വീതിച്ചു കൊടുത്തതിൽ അവൻ തൃപ്തിപ്പെട്ടാൽ ബാറകല്ലാഹു ലഹു ഫീ വവസ്സഅഹു, ആരെങ്കിലും പടച്ച റബ്ബിക്ക് തന്നതിൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹ് അവന് ബറക്കത്ത് കൊടുക്കും. ബറക്കത്ത് എന്താ? സിയാദത്ത്, വർദ്ധനവ്, അധികരണം അല്ലെ? അതിന് ബറക്കത്ത് ഉണ്ടാണ്. 100 രൂപയ്ക്ക് 1000 രൂപന്റെ മേനി, അതാണ് ബറക്കത്ത്.
അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടാൽ ബറക്കത്തുണ്ടാകും, വിശാലതയുണ്ടാകും. വമല്ലം യർദ ലം യുബാരിക് ലഹു. ആരെങ്കിലും തൃപ്തിപ്പെടാതെ വീണ്ടും ആർത്തി മൂത്തിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹ് ബറക്കത്ത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ബറക്കത്ത് ലഭിക്കാൻ പടച്ച റബ്ബിന്റെ അനുഗ്രഹവും ഇഷ്ടവും സ്നേഹവും പ്രതിഫലവും കാവലും എല്ലാം ലഭിക്കാൻ നമുക്ക് മനസ്സിനെ ഫ്രീയാക്കാൻ മറ്റു ആശങ്കകളും അതുപോലെ തന്നെയുള്ള ആദികളും സങ്കടവും ഒഴിവാക്കിയിട്ട് ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ. സഹോദരന്മാരെ, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസിക്കുണ്ടാണ്ട ഈ ഒരു ക്വാളിറ്റിയാണ്. അത് റിളയാണ്, തൃപ്തിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇസ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, ഇസ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. എത്ര നിർഭയത്വത്തോടുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര രോഗികളുണ്ട്, അല്ലാഹു നമുക്ക് ആരോഗ്യം നൽകി. അല്ലെ, രോഗമുള്ളവർ തന്നെ ചിന്തിച്ചു നോക്കൂ. എത്ര വലിയ രോഗമുള്ള ആളുകളുണ്ട്, ആ രോഗം പടച്ചോ നമുക്ക് തന്നില്ലല്ലോ. ഉപജീവനമില്ലാതെ പട്ടിണി കിടക്കുന്ന എത്ര ആളുകളുണ്ട്. സ്വന്തം മക്കൾക്ക് ഉടുതുണി വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാത്ത എത്ര ആളുകളുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിയുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് ഓർക്കുക. പലപ്പോഴും മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ വെച്ചാൽ കിട്ടാത്തതിനെ കുറിച്ചാണല്ലോ എപ്പോഴും ഓർക്കുക. എനിക്കത് കിട്ടിയില്ല, അത് സാധിച്ചില്ല, ഇതിന് പറ്റിയില്ല. അല്ലെ, ഏതൊരു കാര്യത്തിലും പോരായ്മ എന്താണെന്ന് നോക്കുക. അല്ലെ, അവിടെ അത് കുറച്ച് കുറവായിരുന്നു, ഇത് കുറച്ച് കുറവായിരുന്നു. എന്താ കിട്ടിയത് എന്നതിൽ ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കാത്ത. നിങ്ങൾ ആലോചിച്ച് ആർക്കും കൈയെടുത്തിട്ട് അസ്സലാമു അലൈക്കും വലൈക്കും സലാം, എന്താ വർത്താനം, സുഖം, എങ്ങനെയുണ്ട്, പോണ്, അല്ലെ, ഒരു അൽഹംദുലില്ലാ പറയാനുള്ള മാനസിക വിശാലത പോലും ഇല്ലാതെയാണ് ആൾക്കാർ പോണം. കടിമാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്. ഈ വന്ന ആള് ഇയാൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും വരച്ചിട്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് അറിയുന്നില്ല. സഹോദരന്മാരെ, പടച്ചറബിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. മക്കളില്ലാതെ എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു. അവിടെ നമുക്ക് മക്കളെ പഠിച്ചുകൊണ്ട് അല്ലെ, മക്കൾ കിട്ടിയ ആളുകൾ അവരെ പിരാഗി തീർക്കുകയാണ്. എന്നാൽ മക്കളെ കിട്ടാത്ത ആൾക്കാർ 10ഉം 18ഉം കൊല്ലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കി നിങ്ങൾ, നമുക്ക് പടച്ചോൻ തന്ന ഓരോ നിഅമത്തും എടുത്തു നോക്കി നിങ്ങൾ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യം. സുഹൃത്തുക്കളെ, അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ഓർത്തിട്ടോ അല്ലാഹുവിനെ സ്തുതിക്കുക. എന്നിട്ടോ ആ കാര്യങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നമ്മൾ ചിലവഴിക്കുക. ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യം കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ, സമ്പത്തുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ, അറിവുണ്ടെങ്കിൽ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ, സ്വാധീനമുണ്ടെങ്കിൽ ആ സ്വാധീനം ഞാൻ വലിയൊരു നേതാവാണ് എന്ന പവറിട്ട് നടക്കാനല്ല, ആ നേതൃത്വം എന്ന ആ ഒരു സ്ഥാനമാനം കൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് എത്രയെല്ലാം ഖൈറാത്തുകൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിന്റെ പേരാണ് ശുക്ർ. ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയതിനെ ബോധ്യപ്പെടലാണ് ഒന്നാമത്തെ പാർട്ട്. 2, അള്ളാഹുവിന് അൽഹംദുലില്ലാഹ്, പഠിച്ചവനെ നിനക്കാവുന്ന സർവസ്തുതിയും എന്ന് മനസ്സറിഞ്ഞ് നാവുകൊണ്ട് പറയലാണ്. 3-മത്തേത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകലാണ്. പ്രവാചകന്റെ പ്രാർത്ഥന, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചു, എന്ത്? അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ ഈ നിഅമത്തിനൊക്കെയും ശുക്ർ കാണിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ലം യശ്കുരിൽ ഖലീൽ ലം യശ്കുരിൽ കസീർ. കുറച്ചുള്ളതിന് നന്ദി കാണിക്കാത്തവൻ കുറെയുള്ളതിന് നന്ദി കാണിക്കൂല. വളരെ കുറച്ചാണ് നമുക്ക് കിട്ടിയത്, എന്നാലും അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. വിശന്നിട്ട് റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും നടന്നു പോകുമ്പോൾ ഒരു അൻസാരിയായ സഹാബി അവരെ സൽക്കരിച്ചല്ലോ. ഒരു ഗ്ലാസ് വെള്ളവും ഈത്തപ്പഴവും കുടിച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് ഇതും ചോദ്യം ചെയ്യപ്പെടും. റസൂൽ ഇത്രയ്ക്ക് ദാഹിച്ചിട്ട് അവശരായിട്ട് കിട്ടിയ വെള്ളത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾ കനത്ത വെയിലിൽ തണൽ കൊള്ളാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നാൽ പോലും, നിങ്ങൾ കുടിക്കുന്ന ഒരു മുറുക്ക് വെള്ളത്തിന് പോലും
നിങ്ങൾ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പടച്ചോന്റെ അടുത്ത് കണക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് സമ്മതിക്കാനും അള്ളാഹുവിന് ശുക്ർ കാണിക്കാനും നന്ദിയുള്ള മനസ്സ് വെക്കാനും നമുക്ക് പറ്റിയാൽ സഹോദരന്മാരെ വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് നോക്കുക എന്നതാണ്. എപ്പോഴും നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് അയാളുടെ ഡ്രസ്സ്, അയാളുടെ ചപ്പൽ, അയാളുടെ കാർ, അയാളുടെ വീട്, അങ്ങനെ മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നത്. താഴോട്ട് നോക്കുമ്പോ നമ്മൾ എത്രയോ ധനികന്മാരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ലതാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒന്ന് നമ്മൾ കയറി ചെന്നാൽ അവിടെ അഡ്മിറ്റിൽ കിടക്കുന്ന ആളുകളെ ഒന്ന് വിസിറ്റ് ചെയ്താൽ 1000 തവണ അൽഹംദുലില്ലാ പറയും നമ്മൾ. ഓരോ മനുഷ്യന്മാർ കിടക്കുന്ന കിടപ്പും ഓരോ നിമിഷവും തള്ളി നീക്കാൻ കാട്ടുന്ന ബുദ്ധിമുട്ട്, സ്ട്രോക്ക് ബാധിച്ച ആളുകൾ, ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളെ 10 രൂപ കൊടുത്ത് പാസ് എടുത്തിട്ട് ആ വാർഡുകളിലൂടെ ഒന്ന് കറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും പടച്ചറബ് തന്നോ തന്നില്ലേ എന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമുക്ക് ഖൈറെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ദുനിയവിയായ ഉഖ്റവിയായ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുക. അത് പടച്ചറബിനെ ഏൽപ്പിക്കുക. അങ്ങനെ പടച്ചറബിനെ ഏൽപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പടച്ചറബ് എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടുക. എന്നിട്ട് ആ കിട്ടിയതിന് നമ്മൾ ശുക്ർ കാണിച്ച് പടച്ചറബിന് വഴിപ്പെട്ട് അൽഹംദുലില്ലാ പറഞ്ഞ് എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് ഞാൻ അഭിവൃദ്ധി നൽകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ അഭിവൃദ്ധി നൽകും. മാ നഖസത് സദഖത്തും മിൻ മാലി മറല്ലേ, സദഖ കൊടുത്തിട്ട് ഒരാണെങ്കിൽ പൈസ കുറഞ്ഞു പോകില്ല. അപ്പൊ നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ ഒരു ചുക്കും നമുക്ക് നഷ്ടപ്പെടില്ല. പടച്ചോൻ സിയാദത്ത് നൽകും, സിയാദത്ത് നൽകും. ഇമാം തബരി 80 വയസ്സിനപ്പുറത്തും യുവാക്കളെ തോൽപ്പിക്കും ഓട്ട മത്സരത്തിലൊക്കെ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തതിന് കാരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ യൗവനത്തെ, എന്റെ നല്ല കാലത്തെ ഞാൻ പടച്ചോന് കൊടുത്തു. നമ്മളൊക്കെ സമയം എവിടെ പോകുന്നു? പള്ളിയിലുണ്ടോ? നമ്മൾ മത പഠനത്തിന്റെ വേദികളിൽ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ, നല്ല നല്ല ദഅവ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നമ്മളുണ്ടോ? ആത്മാർത്ഥത നമ്മളെ പടച്ചോന് കൊടുത്താൽ പടച്ചറബ് നമ്മെ ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് നൽകിയത് നമ്മൾ തൃപ്തിപ്പെട്ട് പടച്ചറബിൽ ഭരമേൽപ്പിച്ച് ശുക്റുള്ളവരായി ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലും പരലോകത്തും സന്തോഷമുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും സംതൃപ്തിയും അതിന് ശുക്ർ കാണിക്കാനുള്ള മനസ്സും അതിലുള്ള എല്ലാ ഖൈറാത്തുകളെയും ബറക്കാത്തുകളെയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തിനെ നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പിടികൂടാതിരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും നാളെ ഖബറിലും പരലോകത്തും മനസ്സും ശരീരവും ഒരുപോലെ കൺകുളിർമ അനുഭവിക്കുന്ന സുഖാസ്വാദനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഹജ്ജും ഉംറയും അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശീലിച്ചു പോയ തെറ്റുകളെ എന്നേക്കുമായി ഒഴിവാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകൾ പതിയിരിക്കുന്ന പൈശാചിക ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മാത്രം ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും, കടക്കെണികളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, വർഗീയ സംഘടനകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമയത്തിൽ അള്ളാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ ശുഷ്കമായ നമ്മുടെ ഈ ജീവിതം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാനും മരണമില്ലാത്ത സ്വർഗത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകം അത് സ്വന്തമാക്കാനുമുള്ള തൗഫീക്കും അതിനുവേണ്ട ജീവിതക്രമവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്ര കേടുവന്നാലും എത്ര മോശമായാലും അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാനുള്ള ഉദവി, തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. പരസ്പരം വർഗീയത
വിളമ്പി അധികാരത്തെ സ്ഥിരപ്രതിഷ്ഠത്തെ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഭരണകൂടത്തെ അള്ളാഹു പടിയിറക്കുമാറാവട്ടെ. രാജ്യസ്നേഹികൾക്ക്, ജനാധിപത്യത്തിന്റെ കാവലാളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന്റെ അധികാരം തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന എല്ലാ മുസീബത്തുകളെയും എല്ലാ വിപത്തുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുമാറാവട്ടെ. ചെയ്തുപോയ പാപങ്ങളെ അള്ളാഹു നമ്മുടെ രേഖയിൽ നിന്ന് മായ്ച്ചു കളയുമാറാവട്ടെ. പരലോകത്ത് മാലോകർക്ക് മുമ്പിൽ അള്ളാഹു അത് മറച്ചു പിടിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.